Hello everyone, welcome back. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ത്യയിൽ 2 എക്സാമുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതിലൊന്ന് JEE മെയിനിലെ പേപ്പർ 2, അതിൽ BRക്ക് ബി പ്ലാനിനൊക്കെ പേപ്പർ 2A പേപ്പർ 2B എന്ന് പറയുന്ന 2 സെക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ പേപ്പർ 2 JEE മെയിൻ പേപ്പർ 2 ആണ് ഒരു എക്സാം എങ്കിൽ, രണ്ടാമത്തെ എക്സാമാണ് നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. അത് കണ്ടക്ട് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളാണെങ്കിലും ഓട്ടോണോമസ് ആയിട്ടുള്ള TKM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അവിടെയൊക്കെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക്, ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ BArch കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ക്വാളിഫൈ ചെയ്യേണ്ട എക്സാം അത് നാറ്റയാണ്. സോ നാറ്റ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നൗ ഫസ്റ്റ് ഓഫ് ഓൾ 2024 നാറ്റ എക്സാം എഴുതിയവർക്ക് അവരുടെ സ്കോർ ആക്ച്വലി ഇപ്പോഴും വാലിഡ് ആണ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതുന്ന നാറ്റയുടെ സ്കോർ എന്ന് പറയുന്നത് 2 വർഷത്തേക്ക് വാലിഡ് ആണ്. അപ്പോൾ 2024 ആരെങ്കിലും നാറ്റ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കോർ ഇപ്പോഴും വാലിഡ് ആണ്. 2025 നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഓരോ വർഷവും നാറ്റയ്ക്ക് 3 അറ്റംപ്റ്റുകളാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ഏറ്റവും തുടക്കത്തിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്. നാറ്റ 2024 അപ്പിയർ ചെയ്ത് നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള നാറ്റ സ്കോർ കളക്ട് ചെയ്തിട്ടുണ്ട്. 2025 നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രം, അവിടെ 3 അറ്റംപ്റ്റുകളുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 അറ്റംപ്റ്റുകളുണ്ട്. അത് കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈനൽ സ്കോർ ബെറ്റർ ഓഫ് ബോത്ത് സ്കോർസ് ഓഫ് നാറ്റ 2024 ആൻഡ് 2025. 2024ലെയും 2025ലെയും ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാണ് എടുക്കുക. ഇനി ഫസ്റ്റും സെക്കൻഡും അറ്റംപ്റ്റുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് 3 സ്കോർസ് ഓഫ് നാറ്റ 2024 ആൻഡ് 2025. ഓക്കെ, 2024ലെയും 2025ലെ 2 അറ്റംപ്റ്റുകളുടെയും കൂടെ മൊത്തത്തിൽ 3 അറ്റംപ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് എടുക്കുക. എന്നാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അറ്റംപ്റ്റുകളും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് 3 സ്കോർസ് ഓഫ് നാറ്റ 2025 ഓൺലി. നാറ്റ 2024 സ്കോർ ഷാൾ ബി റെൻഡേർഡ് ഇൻവാലിഡ്. അതായത് 2025 നിങ്ങൾ 3 അറ്റംപ്റ്റുകളും കൊടുത്തു കഴിഞ്ഞാൽ 2024 നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്കോർ പിന്നെ കൺസിഡർ ചെയ്യില്ല. 2025 ബെസ്റ്റ് ഓഫ് 3 മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. അപ്പോൾ 2024 നിങ്ങൾ നല്ല സ്കോർ വന്നൊരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റുകൾ ട്രൈ ചെയ്യാം. എന്നിട്ടും നല്ല സ്കോറിലേക്ക് വരുന്നില്ല എങ്കിൽ തേർഡ് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2024 ആക്ച്വൽ സ്കോർ ഉണ്ടായിരുന്ന സ്കോർ ഇൻവാലിഡ് ആയിട്ട് മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി NTA എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 1 മുതലാണ്. മാർച്ച് 1 മുതൽ ജൂൺ വരെ എക്സാം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീക്കിലും നാറ്റയുടെ സ്ലോട്ടുകൾ ഓപ്പൺ ആവും. നമുക്ക് അതിനനുസരിച്ച്, നമുക്ക് അലോട്ട് ചെയ്യുന്നതിനനുസരിച്ചും നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചും നമുക്ക് ഇഷ്ടം വരുന്ന ദിവസങ്ങളിൽ പോയിട്ട് നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. നൗ ഫ്രൈഡേസിൽ എക്സാം ഉണ്ടെങ്കിൽ അവിടെ മോർണിംഗ് സെഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഫ്രൈഡേസിൽ ആഫ്റ്റർനൂൺ സെഷൻ 1:30 PM to 4:30 PM 3 മണിക്കൂറാണ് എക്സാം, 180 minutes അഥവാ 3 hours. സാറ്റർഡേസിൽ മോർണിംഗ് സെഷൻ 10 AM to 1 PM ആണ്, ആഫ്റ്റർനൂൺ സെഷൻ 1:30 PM to 4:30 PM ആണ്. സോ ഏതായാലും 3 മണിക്കൂറിന്റെ എക്സാം ആണ്. ഫ്രൈഡേസിലും സാറ്റർഡേസിലാണ് എക്സാം നടക്കുന്നത്. നൗ എക്സാമിനേഷന്റെ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്സ് ഓഫ് എക്സാമിനേഷൻ 2 പാർട്ടാണ്, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ ഡ്രോയിങ് ആൻഡ് കോമ്പോസിഷൻ ടെസ്റ്റ് ആണ്, ഓഫ്ലൈൻ ആയിട്ടുള്ള പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ടെസ്റ്റ് ഡ്യൂറേഷൻ 90 minutes, യു ഗെറ്റ് 80 marks. അതിൽ A1 A2 A3 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 എണ്ണത്തിൽ ഉണ്ടാവുക. കോമ്പോസിഷൻ ആൻഡ് കളർ, സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, 3D കോമ്പോസിഷൻ. സോ 25 marks, 25 marks ആൻഡ് 30 marks, ടോട്ടൽ 80 marks. നൗ പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, NCQ നോ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സോ ചോയ്സ് ഇല്ലാത്ത പ്രോബ്ലി ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ ആ ആൻസർ എന്താണോ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരിക. കമ്പ്യൂട്ടർ ബേസ്ഡ് അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. 90 minutes, 108 seconds ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ, 120 marks. സോ 90 minute ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പറഞ്ഞിട്ടുള്ളത് B1, അതായത് പാർട്ട് ബിയിലെ 2 പാർട്ടുകളാണ്, MCQ NCQ. 42ഉം 8ഉം 50 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്കാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് 120 marks. സോ ഫസ്റ്റ് പാർട്ടിലെ 80 മാർക്കും സെക്കൻഡ് പാർട്ടിലെ 120 മാർക്കും കൂടെ ടോട്ടൽ 200 ആണ് സ്കോർ. പാർട്ട് A പാർട്ട് ബി കൂടെ ടോട്ടൽ സ്കോർ 200 ആണ്. 3 hours ആണ് എക്സാം. സെക്കൻഡിൽ 90 minutes, ഫസ്റ്റത്തും 90 minutes, 1.5 മണിക്കൂറിന്റെ 2 പാർട്ടുകളാണ്. സോ ഇതാണ് എക്സാമിനേഷന്റെ പാറ്റേൺ. അതിന്റെ ടൈം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോർണിംഗ് സെഷൻ ആണെങ്കിൽ 10 to 1ഉം ആഫ്റ്റർനൂൺ സെഷൻ ആണെങ്കിൽ 1:30 to 4:30 ആണ് വരുന്നത്. ഫ്രൈഡേസിൽ മോർണിംഗ് ഇല്ല, ആഫ്റ്റർനൂൺ സെഷൻ മാത്രമേ ഉള്ളൂ. സാറ്റർഡേസിലാണ് മോർണിംഗും ആഫ്റ്റർനൂണും ഉള്ളത്. ഇനി ഇങ്ങനത്തെ 3 അറ്റംപ്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ പറയുന്ന എക്സാമിനേഷന്റെ പാറ്റേണും മാർക്കിംഗ് സ്കീമുമാണ്. ഈ പാർട്ട് ബി MCQ NCQ എന്ന് പറഞ്ഞ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ വരുന്ന
ടോപ്പിക്സ് സിലബസ് എന്ന് പറയുന്നത് വിഷ്വൽ റീസണിങ്, ലോജിക്കൽ ഡെറിവേഷൻ, ജനറൽ നോളജ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ, ഡിസൈൻ സെൻസിറ്റിവിറ്റി ആൻഡ് തിങ്കിങ്, ന്യൂമറിക്കൽ എബിലിറ്റി. ഇതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, എക്സാമിനേഷനെ പറ്റി യാതൊരു പരിചയമില്ലാതെ മുമ്പ് എഴുതാത്തവരാണെങ്കിൽ മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമിനെ മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. എക്സാമിനേഷൻ്റെ ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് പെർ ടെസ്റ്റ് നിങ്ങൾ 3 അറ്റംപ്റ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും 1750 റുപ്പീസ് കൊടുക്കണം. SC/ST EWS ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1250, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1000. ഇനി ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ എക്സാം എഴുതുന്നെങ്കിൽ 15,000 റുപ്പീസ് ആണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത്. നൗ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫോർ NATA 2025. ഈ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുള്ള കണ്ടീഷൻ 20 മാർക്സ് മിനിമം പാർട്ട് എയിൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഡ്രോയിങ്ങിന്റെ സെക്ഷനിൽ മിനിമം 20 മാർക്ക് വേണം. അതേപോലെ തന്നെ പാർട്ട് ബി ന്യൂമറിക്കൽ മൾട്ടിപ്പിൾ ചോയ്സ് NCQ MCQ ഭാഗങ്ങൾ വരുന്നതിൽ 30 മാർക്കും സ്കോർ ചെയ്തിരിക്കണം. അങ്ങനെ മിനിമം 20, 30 കൂടെ 50 പോരാ. ഓവറോൾ ക്വാളിഫയിങ് മാർക്ക് ഫോർ NATA 2025 ഷാൾ ബി 70 മാർക്സ്. സോ മിനിമം കട്ട് ഓഫ് ഉണ്ട്, ടോട്ടൽ രണ്ടും കൂടെ അഗ്രിഗേറ്റ് ആയിട്ട് 70 മാർക്സ് ഔട്ട് ഓഫ് 200 ആസ് അഗ്രിഗേറ്റ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഇതാണ് ക്വാളിഫയിങ് ക്രൈറ്റീരിയ. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു NATA സ്കോർ കിട്ടും. അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈ വർഷം അഡ്മിഷന് ട്രൈ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കും അത് ആക്ച്വലി വാലിഡ് ആണ്. NATA 2025 score shall be valid for 2 academic years from the year in which happened. അതായത് ഈ വർഷവും അടുത്ത വർഷവും വാലിഡ് ആയിട്ടാണ് നാറ്റയുടെ സ്കോർ ഉണ്ടാവുക. കാൻഡിഡേറ്റ്സിന്റെ ടൈമിംഗ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യേണ്ടത് 10 മണിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെഷന് 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, 1:30 12:30 റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഗേറ്റ് ഓപ്പണിംഗ് ചെയ്യുന്ന അതുപോലെ തന്നെ മറ്റുള്ള ടൈമിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നാറ്റയ്ക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നിർബന്ധമായും NATA എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യണം. 3 ചാൻസ് ഓരോ വർഷവും കൊടുക്കാറുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആർക്കിടെക്ചർ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ട് എഴുതണം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, നിങ്ങൾക്ക് അതിന് സാധിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് NATA രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സോ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, കാരണം ജൂൺ വരെ എക്സാം എഴുതാനുള്ള അവസരവും ഉണ്ട്. സോ അപ്പോൾ നിങ്ങളുടെ മറ്റ് എക്സാമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എക്സാം എഴുതാം, അതല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റെങ്കിലും മുന്നേ ഏറ്റവും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാർച്ച് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.